അത് എന്തോ കോഡ് റെഡ് ലെറ്റർ എന്ന് പറയുന്നത് കേട്ട് ഒരു ഹാമ്പർ പാക്ക് ചെയ്യാൻ പറഞ്ഞു. സാന്റാക്ലോസിന് ലെറ്റർ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. സർദാർ എവിടെയുള്ളത്? ബംഗ്ലാദേശ്, ചിറ്റാഗോ, സെൻട്രൽ പ്രസിഡന്റ്. ബംഗ്ലാദേശോ? ഏത് ആ ഫോർട്ട് പ്രസിഡന്റിലോ? ഇപ്പൊ ന്യൂസിലെല്ലാം കാണിക്കുന്ന ഭ്രാന്തന്മാരുടെ ജയില് അവിടെയോ? എക്സാക്ട്ലി. മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഓരോ ജയിലായിട്ട് മാറ്റി മാറ്റി അവനെ ഇപ്പൊ ചിറ്റാഗോൺ ജയിലാണ് വെച്ചിരിക്കുന്നത്. ഏയ് 140 താക്കോലുണ്ടോ? 1408 ആരാണുള്ളത്? 32 വർഷമായിട്ട് ജയിലിൽ കിടന്ന് തുരുമ്പെടുത്തില്ലേ? ഇനി അവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവനെ കണ്ട ജയിലിൽ എല്ലാരും പേടിക്കും. ചാവുന്നെങ്കിൽ ആളുകളെ പോലെ ചാവണം. നാളെ ഒരു തടവ് പുള്ളിയോട് സഹായം ചോദിക്കാൻ യൂണിഫോം ഓഫീസേഴ്സ്. ഇന്ത്യ കണ്ട ഏറ്റവും ബെസ്റ്റ് ഏജന്റ് ആണ് ചേട്ടാ. നീ കരുതുന്നത് പോലെ അവൻ തുരുമ്പെടുത്ത തോക്കോ പൊട്ടാത്ത പടക്കമോ അല്ല, അവനാണ് അണുവായുധം. He's a dangerous nuclear warhead.
ഇയാളാണ് അജ്ഞാത മാഡം. 32 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. പേര് പോലും അറിയില്ല. 30 വർഷമായെന്നല്ലേ പറഞ്ഞ? ആരാ എന്താന്നൊന്നും അന്വേഷിച്ചില്ലേ? പറ്റിയില്ല മാഡം. അവന്റെ പേരിൽ 8 പാസ്പോർട്ട് ഉണ്ട്. 24 ഭാഷകൾ അവൻ സംസാരിക്കും. അവനെ 600 തവണ ഇൻട്രോഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ തവണയും ഓരോ ഭാഷയും ഓരോ കഥയും. മെഷീൻ അതെല്ലാം സത്യമാണെന്ന് പറയുന്നത്. ഒരു സ്റ്റാർ വെച്ച് ഡോറ് തുറന്ന് പുറത്തിറങ്ങാമെങ്കിൽ ഇയാൾക്ക് എന്നെ രക്ഷപ്പെടാമായിരുന്നു. സർദാർ അവിടെ ഒളിവിൽ കഴിയുകയാണ്, ധ്യാനത്തിലാണ്. എന്തിനിത്രയും കാലം ഇവിടെ ഇരിക്കണം? ഇനി എന്തിനെങ്കിലും കാത്തിരിക്കുവാണോ? സർദാർ പുറത്തു വരണമെങ്കിൽ അവന്റെ ധ്യാനം തന്നെ മുടക്കണം. റെഡ് ലെറ്റർ അവന്റെ കയ്യിൽ കിട്ടിയാൽ മാത്രം മതി.